അപ്പോൾ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പള് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തുടങ്ങാം. വേർ ഡസ് ദ ക്ലൈമറ്റ് ചേഞ്ച് കം ഇൻ ഓൾ ദിസ് സ്ട്രാറ്റജി? എന്താ ക്ലൈമറ്റ് ചേഞ്ച് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ? നൗ ക്യാൻ സംബഡി ടെൽ മീ വാട്ട് ഈസ് ദ കോസ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ക്രൈസിസ്? Emissions from primary sector and secondary sector are the biggest reason for climate change. Look, generally climate is always changing. The thing is ki the human intervention has accelerated it because of the minings and all the other production related things like let's say the fumes that come out of the machineries or the cars. These are being collected in the environment and accelerating the climate change, which let's say normally should be changing like 2 degrees a century, but it's changing for like 2.5 or 3 degrees a century. We are accelerating our own doom. Climate change in a determining factor. Now human activity creates greenhouse gases, primarily carbon dioxide. നമ്മൾ ഉച്ഛ്വസിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നു. നമ്മളിത് വീട്ടിൽ വിറക് കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മൾ ഫ്യൂവൽസ് വ്യവസായത്തിൽ ഉപയോഗിക്കുമ്പോൾ, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് വരുന്നു. ഇത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ സാന്ദ്രത, ഡെൻസിറ്റി അന്തരീക്ഷത്തിൽ കൂടുമ്പോൾ അതാണ് ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് നയിക്കുന്നത്. പ്രകൃതിയിൽ ഇങ്ങനെ നമ്മൾ സൃഷ്ടിക്കുന്ന കാർബൺ വലിച്ചെടുക്കാൻ, സീക്വസ്റ്ററേറ്റ് ചെയ്യാൻ അതിൻ്റെ മെക്കാനിസംസ് ഉണ്ട്. മരങ്ങൾ വലിച്ചെടുക്കും, മണ്ണ് പോലും വലിച്ചെടുക്കും. നമ്മുടെ സീയുടെ അടിയിൽ കാർബൺ സിങ്ക് ഉണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം പരിധിക്കപ്പുറത്താണ് വ്യവസായ ലോകത്ത് കാർബൺ എമിഷൻ സൃഷ്ടിക്കപ്പെടുന്നത്. അങ്ങനെ അന്തരീക്ഷത്തിൽ കാർബൺ വർദ്ധിക്കുമ്പോൾ അത് വായുവിൻ്റെ പ്രവാഹത്തിനെ എല്ലാം ബാധിച്ചു തുടങ്ങുന്നു, ക്ലൈമറ്റിൽ മാറ്റം വരുത്തുന്നു. നമ്മുടെ കൃഷി മുഴുവൻ ക്ലൈമറ്റിനെ ആശ്രയിച്ചാണ്. നമ്മുടെ നാച്ചുറൽ സൈക്കിൾസ് ക്ലൈമറ്റിനെ ആശ്രയിച്ചാണ്. അതിനൊക്കെ തകരാറ് വരുന്നു. വ്യവസായ വിപ്ലവം, വ്യവസായ യുഗത്തിലാണ് ഇത്തരത്തിൽ ലാർജ് സ്കെയിൽ കാർബൺ എമിഷൻസ് ഉണ്ടാവുന്നത്. സോ ദ ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റാർട്ട്സ് ഇൻ 1750. നമ്മളിപ്പോൾ 2023, 25, 26 എടുത്തിട്ടില്ല വരെയുള്ള കാലം ഈ ലോകത്ത് ഉൽപ്പാദിപ്പിച്ച കാർബൺ ഡയോക്സൈഡ് അതാണ് ഈ ക്ലൈമറ്റിൽ മാറ്റം വരുത്തുന്നത്. ലുക്ക്, ആരാണ് 1750 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട കാർബണിൽ ഓരോ രാജ്യത്തിൻ്റെയും പങ്കെന്ത്? ആദ്യം ഇംഗ്ലണ്ടല്ലേ വ്യവസായ വിപ്ലവം തുടങ്ങിയത്. ആ ഇംഗ്ലണ്ടിൻ്റെതാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർബണിൽ ഇംഗ്ലണ്ടിൻ്റെ വിഹിതം 20% ആയിരിക്കും. 750-ൽ 100% അവരുടേതായിരുന്നു. ഒരു 800 വരെ ഏതാണ്ട് 100% അവരുടേതായിരുന്നു. പിന്നെ കുറഞ്ഞു വരുന്നു. കുറഞ്ഞാലും ആ ഇംഗ്ലണ്ടാണ് ഇത്രയും കാർബൺ ഉണ്ടാക്കിയിട്ടുള്ളത്. ലോകത്തുണ്ടാക്കിയ കാർബണിൻ്റെ പകുതിയോളം. ഇംഗ്ലണ്ട് കഴിഞ്ഞപ്പോഴേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ചുവപ്പ് വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അമേരിക്ക ഇവിടം വരെ. അതിൻ്റെ മുകളിലുള്ള സ്ഥലമേ ഉള്ളൂ ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും. മനസ്സിലായോ ചിത്രം? ദിസ് ഇസ് സിംപിളസ്റ്റ് എക്സ്പോസിഷൻ ഐ ഹാവ് ഫൗണ്ട്. മാഷ ചോദിച്ച ചോദ്യം ഇതാണ്, എങ്ങനെയായി ക്ലൈമറ്റ് ക്രൈസിസ്? ആരാ ഉത്തരവാദി? ഹിയർ ഇറ്റ് ഈസ്. എന്നിട്ട് അമേരിക്ക പറയണത് എന്താണെന്നറിയാം?
അവർ ഈ പഴയ കഥയൊക്കെ മറക്കും, എന്നിട്ട് ഇപ്പോൾ ഉള്ള കഥ എടുക്കത്തുള്ളൂ. ഇപ്പം ഇവരുടെ പങ്ക് താരതമ്യേന കുറവില്ല, നമുക്കും പങ്കുണ്ട്, ഈ കഥ പറയത്തുള്ളൂ. മാഷ് സണ്ണി അല്ലേ, സണ്ണി ചോദിച്ചത്, ജോയ് ചോദിച്ചത് എന്ത് ഈ ക്ലൈമറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞു. ഈ അന്തരീക്ഷത്തിലെ കാർബൺ എമിഷൻ അടിയന്തരമായിട്ട് കുറക്കണം. അതൊരു ത്രഷോൾഡ് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. കുറക്കണമെങ്കിൽ എന്താ? ഫോസിൽ ഫ്യൂവൽ പാടില്ല, സോളാർ ഒക്കെയുള്ള എനർജി ഉപയോഗിക്കണം. ദാറ്റ് ഇസ് എ കോസ്റ്റ്. ഒരു ഭയങ്കര ചിലവാണ്. കാർബൺ എമിഷൻ സൃഷ്ടിക്കുന്ന ഉൽപ്പാദന രീതികൾ അത് അവസാനിപ്പിക്കണം. കാറ് ഒഴിവാക്കിയിട്ടേ എല്ലാവരും കൂടുതൽ വാട്ടർ മെട്രോയിലും പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിലും ഒറ്റക്കൊറ്റക്കുള്ള യാത്രയൊക്കെ ഒഴിവാക്കി മാറണം. അതിന് ചിലവില്ലേ? ബസ് ഫ്രീ റൈഡ് കൊടുത്താലും കുഴപ്പമില്ല. ട്രെയിനാണ് ഏറ്റവും നല്ലത്, ശരി, ട്രെയിനിലേക്ക് മറ്റേ കോസ്റ്റ്. ക്ലൈമറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ കാലാവസ്ഥ അനുയോജ്യമായിട്ട് മാറ്റുന്നതിന് എന്ത് ചെലവ് വരും, ആ ചെലവ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഈ പടം കണ്ട കാര്യം വളരെ ശരിയാണ്. ഈ പടം കണ്ടാൽ അപ്പം നമുക്ക് മനസ്സിലാവും ഇവന്മാരാണ് ഇത് മുഴുവൻ തന്നിട്ടുള്ളത്, അതുകൊണ്ട് ദേ മസ്റ്റ് പേ ഫോർ ഇറ്റ്. ഇതിനെയാണ് ജസ്റ്റ് ട്രാൻസിഷൻ, നീതിപൂർവമായ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ട്രാൻസിഷൻ, അതിൻ്റെ ചെലവ് ഇതിന് ഉത്തരവാദികളായിട്ടുള്ളവർ വഹിക്കണം. ഈ മനുഷ്യനാണ് കേട്ടോ റിയോ കോൺഫറൻസ് വെച്ച് ആദ്യമായിട്ട് പറഞ്ഞത്, അമേരിക്കൻ ലൈഫ് സ്റ്റൈൽ ഈസ് നോൺ നെഗോഷ്യബിൾ എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്. അതുകൊണ്ട് ട്രംപ് അടക്കമുള്ളവരുണ്ടാവും ഈ ക്ലൈമറ്റ് ചേഞ്ച് ഡിനയേഴ്സ്, ഇങ്ങനെ ഒരു പരിപാടിയില്ലെന്നുള്ളതാണ്. റെഫ്യൂസൽ ടു പേ ദി എക്കോളജി. സോ കാസ്ട്രോ പറഞ്ഞു, യു ഹാവ് ടു പേ ബാക്ക് ദി എക്കോളജിക്കൽ ഡെറ്റ്. ഞങ്ങൾ നിങ്ങൾക്ക് പണം തരാണ്ടെന്നല്ല പറഞ്ഞേ, ഞങ്ങൾക്കൊരു ഡെറ്റ് ഉണ്ട്, എക്കോളജിക്കൽ ഡെറ്റ്. അത് ഇന്ന് തീരുമാനിക്കണം. ടുമാറോ വിൽ ബി ടു ലേറ്റ്. നാളെ ആയാൽ ഏറെ വൈകിടും എന്നുള്ളൊരു പാട്ടുണ്ട് മലയാളത്തിൽ. അത് ഈ മനുഷ്യൻ്റെ പാട്ടാണ്. ടുമാറോ വിൽ ബി ടു ലേറ്റ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ചോദ്യം. ഹലോ സർ, സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, ഇപ്പം വേൾഡിൽ ഇപ്പോൾ കുറേ കൂടെ AI, ജനറേറ്റീവ് AI അങ്ങനെയൊക്കെ ഒരു വശത്തിലേക്ക് പോകുന്നുണ്ട്. സോ ലൈക്ക് ഇറ്റ് ഈസ് കൺസിഡേർഡ് ലൈക്ക് ദ മോസ്റ്റ് ന്യൂ ടെക്നോളജി, എല്ലാവരും അതിന് ബേസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. ആൻഡ് അതിന് കുറേ എക്കണോമിക്കൽ ആൻഡ് ക്ലൈമാറ്റിക് കുഴപ്പങ്ങളായിട്ടുമുണ്ട്. ഈവൻ ഇന്ത്യ ഡേറ്റാ സെൻറ്റേഴ്സൊക്കെ തുടങ്ങാനുള്ള പ്ലാന് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നതും ഉണ്ട്. So in generative AI എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് പീപ്പിൾ ആർ ലൂസിങ് ജോബ്സ് ഇൻ ദ സെൻസ് ലൈക്ക് ആർട്സ് ഫീൽഡിലായാലും പോളിസി മേക്കിംഗ്, ആർട്ടിസ്റ്റ്സ് അവരൊക്കെ ജോലി ലൂസ് ചെയ്യുന്നത്, റൈറ്റേഴ്സ് അവരൊക്കെ ജോലി പോകുമ്പോൾ ആസ് കേരള അഡ്വാൻസസ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാനുള്ള ചാൻസസും വരാണെങ്കിൽ ഹൗ ഡു യു തിങ്ക് വി കുഡ്? പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിസ്മയകരമായ മാറ്റങ്ങളാണ്. ലോകത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മാറ്റത്തിൻ്റെ ചരിത്രമാണ്. ആദ്യത്തെ ശാസ്ത്ര സാങ്കേതിക വിപ്ലവം 1784 സ്റ്റീം എൻജിൻ, അതിനെ തുടർന്ന് മെക്കനൈസേഷൻ. രണ്ടാമത്തെ ശാസ്ത്ര സാങ്കേതിക വിപ്ലവം 1870 ഇലക്ട്രിസിറ്റി കംസ് ആൻഡ് അസംബ്ലി ലൈൻ പ്രൊഡക്ഷൻ റൂൾസ്. തേർഡ് വൺ 1969 ഇലക്ട്രോണിക്സ് കം, ജപ്പാൻ, ഓർമ്മയില്ലേ? ആൻഡ് യു ഹാവ് ഓട്ടോമേഷൻ. 2000 ആയപ്പോഴേക്കും IT ഡിജിറ്റലൈസേഷൻ തുടങ്ങി. 2020 ആയപ്പോഴേക്കും മാറി AI, ജനറ്റിക്സ്, റോബോട്ടിക്സ് തുടങ്ങിയവ. നൗ ദീസ് ആർ ബേസിക് ഡിസ്റപ്ഷൻസ് ഇൻ ടെക്നോളജി. അതിൻ്റെ ഫലമായിട്ട് ഉൽപ്പാദന രീതികളെ മാറുന്നു.
നേരത്തെ ഉള്ളത് തന്നെ. നേരത്തെ ഉള്ളത് ലുക്ക്, 100 വർഷം കഴിഞ്ഞ രണ്ടാമത്തെ ബേസിക് ഡിസ്റപ്ഷൻ വരുന്നത്. അതും കഴിഞ്ഞ് 100 വർഷം കഴിയുമ്പോഴാണ് 1969 ഇലക്ട്രോണിക്സിൻ്റെ എൻ്റർപ്രൈസ് തേർഡ് ഡിസ്റപ്ഷൻ. പിന്നെ 30 വർഷം എടുത്തുള്ളൂ, അല്ലെങ്കിൽ 40 വർഷം എടുത്തുള്ളൂ IT-യിലെത്താൻ. എന്താണ് ഈ സാങ്കേതിക മാറ്റം വരുമ്പോൾ സംഭവിക്കുന്നത്? പ്രൊഡക്ടിവിറ്റി ഇൻക്രീസസ്. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്കണോമിക് ഗ്രോത്ത് ഇൻക്രീസസ്. അങ്ങനെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് വിൽ ട്രിക്കിൾ ഡൗൺ ടു ദ പൂവർ ഓൾസോ. അങ്ങനെ ട്രിക്കിൾ ഡൗൺ ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുന്നത്? സാധാരണക്കാർക്ക് കൂടുതൽ ലക്ഷറും എല്ലാം ഉണ്ടാവും. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയ 1784 ഞായറാഴ്ച ഉണ്ടായില്ല കേട്ടോ. നെപ്പോളിയൻ പറഞ്ഞത് 7 ദിവസം മനുഷ്യന്മാർ തിന്നണമുണ്ട്, 7 ദിവസം പണിയെടുക്കണമെന്നാണ്. എന്നാൽ 870 ആയപ്പോഴേക്കും മാർക്സും ആൾക്കാരും ഒക്കെ വന്ന് ഫാക്ടറി ലോസ് നിയമം തകർത്താനും അന്ന് എതിർക്കാനാളുണ്ടായി. ലാസ്റ്റ് മണിക്കൂറിലാണ് ലാഭം ഉണ്ടാവുന്നത്. അത് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ലാഭമില്ലാതായി പോകും എന്നൊക്കെ പറയുന്ന സ്റ്റുവർട്ട് മില്ലിനെ പോലുള്ളൊരു പോലും വന്നിരുന്നു. ബട്ട് ഞായറാഴ്ച ഒഴിവായി, 69 ആയപ്പോഴേക്കും ശനിയാഴ്ച ഒഴിവായി. ഇപ്പോൾ ഈ പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരണു. അപ്പോൾ ഗൗതമി ചോദ്യം, അപ്പോൾ ഭയങ്കര അൺഎംപ്ലോയ്മെൻ്റ് വരത്തില്ലേ? എല്ലാവരും ഫ്രൈറ്റൻഡ്. കമ്പ്യൂട്ടർ തന്നെ പടമൊക്കെ വരയ്ക്കുമെങ്കിൽ പിന്നെ ആർട്ടിസ്റ്റ് എന്താ ചെയ്യണത്? എങ്ങനെ ജീവിക്കാം? ഇതുപോലെ എല്ലാ പ്രൊഫഷനും. പത്രത്തിലെ ലേഖനങ്ങൾ എഡിറ്റേഴ്സെല്ലാം എഴുതണേ. ഏറ്റവും പ്രസിദ്ധമായ പൈനിയറിൽ ഒരു ലേഖനം വന്നപ്പോൾ ഇടത് കുറിച്ച് കളയാൻ തീരുമാനിച്ചു. നിങ്ങളിപ്പോൾ ഗ്രോക്കിലോ ChatGPT-യിലോ അല്ലെങ്കിൽ പെർപ്ലെക്സിറ്റിയിലോ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവസാനം പറയുമല്ലോ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചാൽ ഞാൻ വിശദീകരിച്ചു തരാം. അത് മുറിച്ച് കളയാൻ വിട്ടുപോയി. സ്റ്റോക്ക് ക്രൈസിസിനെ കുറിച്ച് ഇവരെ കൊണ്ട് എഴുതിച്ചിട്ട് ഒട്ടിച്ചു വെച്ചിരിക്കുക. So it was very embarrassing. So this is the question. My answer is, why should we be worried? Productivity is increasing. Increase our leisure time. 2 ദിവസമല്ല അവധി. എയുടെ കാലത്ത് 5 ദിവസം അവധി വേണം. 2 ദിവസം പണിയെടുത്താൽ മതി. ഇയാളുടെ ചിരിയുണ്ടില്ലേ? 2 ദിവസം പണിയെടുത്താൽ എന്ന് പറയുമ്പോൾ മനുഷ്യൻ 2 ദിവസം പണിയെടുത്താലും 7 ദിവസം ജീവിക്കാനുള്ള വകയുണ്ടാക്കുന്നതിലേക്ക് പ്രൊഡക്ടിവിറ്റി കൂടിയിരിക്കുകയാണ്. ആൻഡ് വി ഷുഡ് ബി സെലിബ്രേറ്റിംഗ് ഇറ്റ്. ദിസ് ഇസ് ഫ്രീഡം. മാർക്സ് പറയുന്ന ഫ്രീഡം ഇതാണ്. നമ്മൾ ഫ്രം ദ വേൾഡ് ഓഫ് നെസസിറ്റി നമ്മൾ ഫ്രീഡത്തിൻ്റെ ലോകത്തേക്ക് കിടക്കുകയാണ്. 7 ദിവസം എന്ത് ഞാൻ ചെയ്യും? 5 ദിവസം എന്നായിരിക്കും ആലോചിക്കുന്ന. പാട്ട് പാടാം, സംഗീതം പഠിക്കുക, ഡാൻസ് പഠിക്കുക, ചിത്രം വരയ്ക്കാൻ പഠിക്കുക, നല്ല നാടകം കാണാം, സിനിമ കാണാം, പുസ്തകം വായിക്കുക. ദിസ് ഈസ് വാട്ട് മേക്സ് അപ്പ് ലൈഫ്. ഓരോ മനുഷ്യനും പൂർണ്ണ മനുഷ്യനായിട്ട് ജീവിക്കാമെന്ന്. നിങ്ങളുടെ ഇന്നേ ടാലൻസിൻ്റെ പൂർണ്ണ പ്രകാശനത്തിലേക്ക് പോകാം. ബട്ട് അതിന് പകരം, സന്തോഷിക്കുന്നതിന് പകരം ഭയങ്കരമായ പേടിയാണ്. എന്താ സംഭവിക്കാൻ പോണെന്നുള്ളതാണ്. വായ് ഇതിൻ്റെ നേട്ടം മുഴുവൻ ഒരു ചെറു സംഘം ആളുകളുടെ കയ്യിലേക്കാണ് പോണേ. ഇനീക്വാലിറ്റി ഈസ് വൈഡനിങ് സോ ഫാസ്റ്റ്. അത് ഇന്നോവേറ്റബിളാണ്. കാരണം ഈ സാങ്കേതിക വിദ്യയൊക്കെ ചില കോർപ്പറേറ്റുകളുടെയാണ്. സോ ദേ ടേക്ക് ദ പ്രോഫിറ്റ്. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? നെക്സ്റ്റ് മുകളിലുള്ളത് മുകളിലോട്ട് ലുക്ക് അറ്റ് ദിസ്. ഗ്ലോബൽ എക്കോണമിയുടെ 51 മുതലുള്ള വളർച്ച നിരക്ക് 61, 70, 5.3, 3.7, 3.2, 2.1,
3.1, 2.6, 3. ഇത്രയുണ്ടായിട്ടും ലോകത്തെ സാമ്പത്തിക വളർച്ചയുടെ വേഗത കൂടുന്നില്ല. ഇത് സ്റ്റാഗ്നേറ്റിംഗ് ഇസ്. ദിസ് ഷോസ് relations of production has become a barrier for the growth of productive forces. This is a famous statement of Marx. When do societies change? When do people want the societies to be changed? When the growth of productive forces is hindered by the existing production relations. അപ്പോഴാണ് പ്രൊഡക്ഷൻ റിലേഷൻസ് മാറ്റണം എന്ന് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഫോർ എനിബഡി ഹു തിങ്സ് ഓഫ് എ റാഡിക്കലി ന്യൂ വേൾഡ്, ഡോണ്ട് ബി അഫ്രൈഡ്. ഇറ്റ്സ് എ ന്യൂ ബ്രേവ് വേൾഡ് ദാറ്റ് ഇസ് ഗോയിങ് ടു കം. ഇറ്റ്സ് എ ടൈം ഫോർ ചേഞ്ച്. ഇപ്പം അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര കൂടുതലാണ്. എസ്പെഷ്യലി എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് പഠിച്ച ആൾക്കാർക്ക് ജോലിയില്ല, കൂടുതൽ ആൾക്കാരും പുറത്തേക്കാണ് പോണത്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കേരളം എന്തൊക്കെ സ്ട്രാറ്റജീസാണ് ഫ്യൂച്ചർ ലോങ് ടേമിലേക്ക് വേണ്ടി നോക്കേണ്ടത്? ഞാനിവിടെ പഠിച്ചിരുന്ന കാലത്ത് 1% അൺഎംപ്ലോയ്മെൻറ്റ്, 1.5% അൺഎംപ്ലോയ്മെൻറ്റ് കൂടുമ്പോഴേ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടെന്ന് പറയത്തുള്ളൂ. ഇപ്പോൾ ഒരു 3% മുകളിലാവുമ്പോഴേ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടെന്ന് പറയത്തുള്ളൂ. Economy to function smoothly, there should be some unemployment. That's inevitable. എന്നാലേ ഒരു തൊഴിലിന് ആളെ വേണം, അപ്പോൾ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും തൊഴിലായി പിന്നെ തൊഴിലെടുക്കുന്ന സ്ഥലത്ത് നിന്ന് വിളിച്ചുകൊണ്ടിരണ്ടേ. അപ്പം നോർമൽ അൺഎംപ്ലോയ്മെൻറ്റ് 1% ഒക്കെ ആയിരുന്നു. അത് ഇന്ന് മാറി 3 ഇനി അതിനേക്കാൾ കൂടും AI ഒക്കെ വരുമ്പോൾ. സോ എന്താണ് ലോങ് ടൈം സ്ട്രാറ്റജി? ഒന്ന്, എക്സ്ട്രീം നമുക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റുന്ന ഒന്നല്ല, പക്ഷെ ഗ്ലോബലി ഒരു ചേഞ്ച് വേണ്ടതുണ്ട്. ദാറ്റ് ആളുകൾക്ക് കൂടുതൽ ലക്ഷട്ടയും കൊടുക്കാൻ വേണ്ടി രാജ്യങ്ങൾ തമ്മിൽ ഒത്തുറപ്പിലെത്തണം. അത് ഈ ട്രംപിളിടത്തോളം കാലം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഫാർ റൈറ്റുകൾ മാഡ് ക്യാപ്സിയ കക്ഷിയോടൊന്നും വർത്തമാനം പറയാൻ പറ്റുന്നതല്ല. ബട്ട് യു നീഡ് എ അണ്ടർസ്റ്റാൻഡിങ്. ആ ഇല്ലോടെ നേതൃത്വത്തിലൊക്കെ ലക്ഷട്ടയും വർദ്ധിപ്പിക്കുന്നതിന്, സോ ദാറ്റ് ഓട്ടോമാറ്റിക്കലി മോർ പീപ്പിൾ ഗെറ്റ് എംപ്ലോയ്മെൻറ്റ്. 2, അത് ലോകത്തിൻ്റെ ഗ്ലോബലായിട്ടുള്ള പിക്ചറാണ്. പക്ഷെ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നാ ചിന്തിക്കണേ. കേരളത്തിൽ ലോകത്തുണ്ടാവുന്ന ജോലികൾ ലോകത്തുള്ള എല്ലാവർക്കും തികയത്തില്ല. പക്ഷെ അതിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് തട്ടിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീരും. സോ വി ഷുഡ് ഇവോൾവ് എ സ്ട്രാറ്റജി, റീജിയണൽ സ്ട്രാറ്റജി, ബൈ വിച്ച് നമ്മുടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഗ്ലോബൽ എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിന് ഏറ്റവും അനുയോജ്യമായ വിദ്യകൾ പഠിക്കണം. പഠിച്ചിറങ്ങുമ്പോൾ അത് ഏത് സബ്ജക്റ്റായാലും പഠിച്ചു കഴിഞ്ഞിട്ട് പഠിക്കുന്നതിനോടൊപ്പമോ പഠിത്തം കഴിഞ്ഞിട്ടോ അങ്ങനെ ഒരു ലിങ്കേജ് കൊണ്ടുവരണം. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ 4 ഇയർ കോഴ്സിൽ ക്രെഡിറ്റിൻ്റെ ഭാഗമായിട്ട് സ്കിൽ ട്രെയിനിങ് വരുന്നുണ്ട്. അത് എന്തെങ്കിലും സ്കില്ലാവരുത്. ഇങ്ങനെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ പര്യാപ്തമായിട്ടുള്ള സ്കില്ലുകളായിരിക്കണം. There are companies like Coursera, LinkedIn, Foundit. അവിടെയൊക്കെ നിങ്ങൾ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് അവിടെ ഡെപ്പോസിറ്റ് ഉണ്ടാക്കും. സോ ദാറ്റ് എംപ്ലോയർ വിൽ ലുക്ക് നിങ്ങൾ എത്ര കോഴ്സ് എടുത്തിട്ടുണ്ട്, എത്ര ക്രെഡിറ്റ് എടുത്തിട്ടുണ്ട് ജോലി കിട്ടാനുള്ള. വി ഷുഡ് എൻകറേജ് ദാറ്റ്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്, വി ആർ ട്രൈങ് ടു നെഗോഷിയേറ്റ് വിത്ത് കമ്പനീസ്. ലുക്ക്, നിങ്ങൾക്ക് ആളെ വേണ്ടേ അടുത്ത വർഷം, ഈ വർഷം അവസാനിക്കുമ്പോൾ? ശരി, കം ടു അണ്ടർസ്റ്റാൻഡിങ് വിത്ത് എനി ഓഫ് അവർ കോളേജസ്. നിങ്ങൾക്ക് വേണ്ട ജോലി ചെയ്യാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്കില്ല് വേണോ അത് ഞങ്ങൾ പഠിപ്പിച്ചോളാം അഡീഷണലായിട്ട്. ഇതാണ് വിജ്ഞാന കേരളത്തിലെ സമീപനം. ഇപ്പോൾ ഈ വർഷം ITI, പോളി, എൻജിനീയറിംഗ് കോളേജ്
പഠിക്കുന്ന 60,000 സ്റ്റുഡൻസിനും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നൽകാൻ പറ്റുമെന്നാണ് കരുതുന്നത്. ടെക്നിക്കലായതുകൊണ്ട് സ്വല്പം കൂടി എളുപ്പമുണ്ട്. പക്ഷെ ഇത് തന്നെ ആർട്സ് ആൻഡ് സയൻസിലേക്കും കൊണ്ടുവരാൻ പറ്റും. സോ ഗ്ലോബലി ദിവസം കുറക്കൽ തന്നെയാണ് മാർഗം. സോ ദാറ്റ് പീപ്പിൾ ലിവ് എ ഫുൾ ലൈഫ് ഹിയർ. ലോകത്തെ സാമ്പത്തിക വളർച്ച അതിന് സാധ്യമായൊരു നിലയിലേക്ക് വന്നിരിക്കുന്നു. പക്ഷെ ലോകം അതിനനുസരിച്ച് മാറിയിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് എനിക്ക് മാത്രമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സോ കേരളത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗ്ലോബൽ എംപ്ലോയ്മെൻറ്റിൽ നമ്മുടെ കുട്ടികൾക്ക് പറ്റിയ ജോലി കണ്ടെത്തി അതിന് കുട്ടിക്കും കൂടി തോന്നണ്ടേ താല്പര്യം? അവരുടെ അഭിരുചി മനസ്സിലാക്കി അഡീഷണൽ സ്കില്ല് പഠിക്കുമ്പോൾ കൊടുത്ത് പഠിത്തം കഴിയുമ്പോൾ ജോലി ലഭ്യമാക്കാം. ദാറ്റ്സ് ദ പോളിസി. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എൻ്റെ പേര് ശ്രീലക്ഷ്മി. മഹാരാജാസ് കോളേജിൽ തന്നെ ഫസ്റ്റ് ഇയർ അപ്ലൈഡ് എക്കണോമിക്സ് ആണ്. അപ്പോൾ എനിക്കൊരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സെൻസിറ്റീവ് ആണ്, അത്യാവശ്യം കോൺട്രവേഴ്ഷ്യലും ആണ്. സോ ജെൻഡർ എക്കണോമിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ചോദിക്കാൻ വരുന്നത്, ജെൻഡർ എക്കോണമിക്സിൽ നമ്മൾ ഇൻഡിവിജ്വൽസിനെ മെയിലെന്നും ഫീമെയിലെന്നും ക്ലാസിഫൈ ചെയ്തിട്ടാണല്ലോ പഠിക്കുന്നത്. എന്തുകൊണ്ട് അതർ ജെൻഡേഴ്സ്, അതായത് ഇനിയും ജെൻഡേഴ്സ് ഉണ്ടല്ലോ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അനുസരിച്ച്, ജെൻഡർ ഇസ് എ സ്പെക്ട്രം എന്നും കൂടെ ആണല്ലോ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവരെ പറ്റി പഠിക്കുന്നില്ല? അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് കേരളം പിന്നെ ഇന്ത്യയിൽ കളക്റ്റീവായിട്ട് ഇവരെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു? ഇവർക്ക് എന്തുകൊണ്ട് ജോലി ഇതിലാണെങ്കിലും, ജോലി മേഖലയിലാണെങ്കിലും, വിദ്യാഭ്യാസപര മേഖലയിലാണെങ്കിലും, പൊളിറ്റിക്കലി ആണെങ്കിലും എന്തുകൊണ്ട് ഇവർക്ക് അഡക്വേറ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നില്ല? കാരണം ഇപ്പോൾ മോസ്റ്റ്ലി വരുന്ന ചൈൽഡ് അബ്ഡക്ഷൻ കേസസ്, പിടിച്ചുപറി, അങ്ങനത്തെ കുറേ സോഷ്യലി ഇമ്മോറൽ ആയിട്ടുള്ള ക്രൈംസ് ചെയ്തു വരുന്നത് ഇതേപോലത്തെ വ്യക്തികളാണ്. അതോടൊപ്പം തന്നെ ഇവർ തന്നെയാണ് കൂടുതലും ബെഗ്ഗിങ് ചെയ്യുന്നതും. അപ്പോൾ അതിന് കാരണം എന്തായാലും ഇവർക്ക് വേറെ ജോലി ഇല്ലാത്ത കൊണ്ടാണല്ലോ. എന്തുകൊണ്ട് ഇവർക്ക് അതിനെ പറ്റിയ ഒരു പരിഗണന കൊടുക്കുന്നില്ല? അതിനുവേണ്ടി സർക്കാർ എന്തുകൊണ്ടൊന്നും ചെയ്യുന്നില്ല? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ സർ. ജെൻഡറിനെ കുറിച്ചുള്ള നമ്മുടെ സമൂഹത്തിലെ കാഴ്ചപ്പാട് സമൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് മെയിൽ ഫീമെയിൽ, അത് ഫീമെയിലിൻ്റെ അവകാശങ്ങളാണ് ജെൻഡർ ഇഷ്യൂ ആയിട്ട് വച്ചിരിക്കുന്നത്. ബട്ട് മെയിൽ ഫീമെയിലുള്ള ഇടക്ക് ദർ ഇസ് എ കണ്ടിന്യൂം ബൈ നേച്ചർ ഇറ്റ് സെൽഫ്, where you cannot determine fully where it is male or female. And dominant ideology does not accept it. ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലല്ല, മാത്രമല്ല ഈ ട്രംപ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ പരിപാടി എന്താ? ഈസ് ഔട്ട്ലോഡ് ഇറ്റ്. ഗവൺമെൻറ് സർവീസിലോ ആർമിയിലോ ഉള്ള എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനും പിരിച്ചുവിട്ടു. ദേ കാൻ ബി ദർ. ഹി ഹാസ് ഓർഡെയിൻഡ് ഇനിമേൽ മെയിലും ഫീമെയിലും ഇല്ലാതെ വേറൊന്നും എൻ്റെ മുന്നിലില്ല. സോ ദിസ് ഇസ് എ ഫാർ റൈറ്റ് ഐഡിയോളജി വിച്ച് ഇസ് ബിക്കമിങ് മോർ ആൻഡ് മോർ ഡോമിനൻ്റ് ഇൻ ദി വെസ്റ്റേൺസ്. നമ്മുടെ ഇവിടെ ഫാർ റൈറ്റ് ഐഡിയോളജിയുടെ ഭാഗമായിട്ടല്ല, നമ്മുടെ പരമ്പരാഗതമായിട്ട് വി ഹാവ് ബീൻ പുഷിങ് ഇറ്റ് അണ്ടർ ദ കാർപ്പറ്റ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അംഗീകരിച്ചിട്ടുള്ളതാണ്. പ്രസൻസ് എല്ലാ കാലത്തും ഉള്ളതാണ്, വിസിബിൾ പ്രസൻസ്. ബട്ട് ഇങ്ങനൊരു പ്രശ്നമുള്ളതായിട്ട് കണക്കാക്കുന്നില്ല. സോ ഒന്ന് ടു റെക്കഗ്നൈസ്, അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അവിടെ റൈറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യുക. ദാറ്റ് കേരള ഹാസ് ഡൺ. എന്ന് വെച്ചാൽ തുല്യതയിലേക്കൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ല. ബിക്കോസ് ദാറ്റ് അക്സെപ്റ്റൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഈസ് ഓൾസോ ഇമ്പോർട്ടൻ്റ്. സോ ഈ വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായിട്ട് വി ഹാവ് ഡിസൈഡഡ് ആൻഡ് ഇറ്റ്സ് ഓൾറെഡി ഓൺ. കമ്പനികളോട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും ഹയറിങ്ങിന്. ക്യാൻ യു അക്സെപ്റ്റ് സം പീപ്പിൾ ലൈക്ക് ദിസ്? എന്നിട്ട് അതിനു വേണ്ടി അവരെ ട്രെയിൻ ചെയ്യേണ്ടി വരും, എന്നിട്ട് അവരെ പ്ലേസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നു. സോ എന്താ ഇതിൻ്റെ സൊല്യൂഷൻ? വൺ, is going to be painful and slow, community acceptance of this reality. രണ്ട്, ഇന്നുള്ളവരെ നമ്മൾ പുറത്തു വരാൻ ധൈര്യപ്പെടുന്നവരെ സപ്പോർട്ട് ചെയ്യുക. നൗ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ
maybe outright financial subsidy we have to think of, free housing you have to think of, certain community rights you have to think of. അത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡർ പോളിസിയിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. അങ്ങനെ സ്വയം ജോലി കിട്ടുന്നതിനൊക്കെ പ്രയാസപ്പെടുന്നവരെ നമ്മൾ എന്തെല്ലാം രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു, വിഡോസ് തുടങ്ങിയിട്ടുള്ളവരെല്ലാം. സോ ആൾസോ ഇങ്ങനെയുള്ളതിൽ ചില പ്രത്യേക പിന്തുണ നൽകുന്ന സ്കീമുകൾ ഉണ്ടാക്കേണ്ടി വരും. സാറ് മിനിസ്റ്ററായ ടൈമിൽ ഞാൻ സാറിൻ്റെ പത്രസമ്മേളനമൊക്കെ കാണാറുണ്ടായിരുന്നു. സാർ ഒരു പൊളിറ്റീഷ്യൻ ഉപരി ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും മറുപടി എടുക്കുന്നത്. അപ്പോൾ എനിക്കും ഇവിടെ ഒരു ടീച്ചർ എന്ന രീതിയിൽ സാറിന് തരാൻ പറ്റുന്നൊരു മറുപടിയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു. അപ്പോൾ സാറിനോടുള്ള ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്തിൻ്റെ പബ്ലിക് ഡെറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കേരളം മാത്രമല്ല ഇന്ത്യയുടെയും കടം കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കൂടാണ്ട് നമ്മുടെ ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഫെഡറൽ സിസ്റ്റത്തിനൊക്കെ ബാധിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഓട്ടോണമിയൊക്കെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ് കേന്ദ്രത്തിനായിട്ടുള്ള വഴക്കുകൾ സംഭവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ പബ്ലിക് ഫിനാൻസ് സ്ട്രാറ്റജി നമുക്ക് റീഡിസൈൻ ചെയ്യാൻ പറ്റും? കാരണം നമുക്ക് കുറേ വെൽഫെയർ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിൽ കേരള മിക്ക ഫാക്ടേഴ്സിൽ മുന്നിൽ നിൽക്കുന്നൊരു സംസ്ഥാനമാണ്. അതിനൊന്നും ഒരു കോംപ്രമൈസ് വരുത്താതെ എങ്ങനെ നമുക്ക് നമ്മുടെ പബ്ലിക് സ്ട്രാറ്റജി, ഫിനാൻഷ്യൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി റീഡിസൈൻ ചെയ്യാൻ പറ്റും, സോ ദാറ്റ് ദർ ഇസ് നോ കോംപ്രമൈസ് ഫോർ ദ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് ബട്ട് ദർ ഇസ് എ ചേഞ്ച് ഇൻ ദിസ്. കാരണം ഡെപ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു, ഈ ഒരു സെൻട്രൽ ആയിട്ടുള്ളൊരു ഡിസ്പ്യൂട്ട്സ് വരുന്നുണ്ട്, നമുക്ക് കടമെടുക്കുന്ന പരിധിയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കൊരു സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യാൻ പറ്റും? You are building a house. You have a choice. You borrow today 25 lakh, build the house. 2, you save every year 1 lakh rupee, and 25 years later you save 25 lakh, build a house. So choice is between you borrow 25 lakh, build a house now. You save 1 lakh each, wait for 25 years, no debt, you build the house. Now, which will you choose? Of course, choice 1. Why? You are getting into debt. ഹൗസ് ലോൺ എടുക്കുമ്പോൾ നമുക്ക് ടാക്സ് സേവിങ് കുറേ ഉണ്ടാവും, 1. 2, ഇപ്പോഴത്തെ നീഡായിരുന്നു നമ്മൾ 25 years നമുക്കൊരു അൺസർട്ടനിറ്റി ഉണ്ട്, ചെലവ് കൂടും. ദർ ഇസ് അൺസർട്ടനിറ്റി. 25 yearsന് ശേഷം നമ്മൾ ജീവിക്കൊണ്ട് നമുക്ക് അറിയില്ലല്ലോ. That's it. 25 വർഷം കഴിയുമ്പോൾ ഞാനിപ്പോൾ ഒരു വീട് പണിയുകയാണെങ്കിൽ 25 വർഷം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ചാൽ അർത്ഥമുണ്ടോ? ഐ എം സർട്ടൻ 25 years later I won't be there. ഇയാൾ ഇപ്പോൾ വീട് കടം മേടിച്ച് വെച്ചാൽ 25 വർഷം സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ഏതായാലും ഈ വീട് പണിയണമല്ലോ, 1 ലക്ഷം രൂപ വെച്ച് സമ്പാദിക്കുന്നതിന് പകരം കടം തിരിച്ചടക്കാൻ ഉപയോഗിച്ചാൽ മതി. ആൻഡ് യു ലിവ് കംഫർട്ടബിളി. സോ ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് ദാറ്റ്. ആസ് ലോങ് ആസ് യു ക്രിയേറ്റ് എൻ അസറ്റ്. ഇനി നിങ്ങൾക്ക് ഇല്ല, പറ്റിയില്ല, അപ്പോൾ അസറ്റ് ഉണ്ട്, എപ്പോഴും വേണമെങ്കിൽ വിറ്റ് കടം വീട്ടാം. നിങ്ങൾ കടം മേടിക്കണത് ഒരു അസറ്റിനാണെങ്കിൽ നിങ്ങൾ അതുകൊണ്ടൊരു പ്രശ്നവുമില്ല. ദാറ്റ്സ് എ സിമ്പിൾ തിങ്. സോ കേരള ടുഡേ റിക്വയർസ് ഗുഡ് റോഡ്സ്. നമ്മുടെ കോളേജുകളിലൊക്കെ നല്ല കെട്ടിടങ്ങൾ വേണം, ഡിജിറ്റലൈസേഷൻ വേണം, നല്ല പോർട്ട് ഉണ്ടാവണം, വ്യവസായ പാർക്ക് വേണം. സി ന്യൂ വേൾഡ് ഈസ് കമ്മിങ്. നമ്മുടെ കുട്ടികളൊക്കെ ഡിജിറ്റൽ പഠിക്കണം. ആൻഡ് ദിസ് വിൽ കോസ്റ്റ് സംതിങ് ലൈക്ക് 1 lakh crore rupee. നമ്മളൊരു 5000 കോടി വെച്ച് അല്ലെങ്കിൽ ബഡ്ജറ്റിൽ നിന്ന് എടുത്ത് സേവ് ചെയ്ത് എല്ലാ വർഷവും ചിലവാക്കി 1 ലക്ഷം കോടി നടത്താനായിട്ട് എത്ര നാടെടുക്കും? By then the world will have changed. We will be left in the backwaters. നമ്മൾ ഔട്ടാവുന്ന ഇന്ന് കയറണം, ഏതെങ്കിലും കാലത്ത് പോരാ.
അതുകൊണ്ട് റാഷണൽ ചോയ്സ് ബൈ വാട്ട് യു സെഡ് വുഡ് ബി ബോറോ ആൻഡ് ബിൽഡ് ദം ഓൺ. Don't borrow and spend it on daily expenditure you borrow and then you should have a plan for repayment. So I am saying every year I am going to set apart, say, half the motor vehicles tax for repayment. That's enough. You build all these things today. അപ്പോൾ ഇത് നമ്മൾ കണ്ടു പേടിക്കേണ്ടതില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും GDP ഗ്രോത്തും തമ്മിലുള്ള ബന്ധത്തെയാണ് ആസ്പദമാക്കിയാണ് ഡെറ്റ് സസ്റ്റൈനബിലിറ്റി നിർവചനം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇത് അറിഞ്ഞുകൂടിയെങ്കിൽ നമ്മൾ വെറുതെ വർത്താനം പറയും. ഇത് ഈ പുറത്തുള്ളവർക്ക് അറിയത്തില്ല, ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവർക്കൊക്കെ. ആസ് ലോങ് ആസ് GDP growth rate is higher than the interest rate, debt is sustainable. പലിശ നിരക്കിനേക്കാൾ, വായ്പക്ക് കൊടുക്കേണ്ട പലിശ നിരക്കിനേക്കാൾ ഡെറ്റിന് GDPയുടെ ഗ്രോത്ത് റേറ്റ് ഉയർന്നതാണെങ്കിൽ ഡെറ്റ് ഈസ് സസ്റ്റൈനബിൾ, തിരിച്ചടക്കാൻ പറ്റും. ഇതാണ് സാമ്പത്തിക ശാസ്ത്രമേ. ആൻഡ് ലുക്ക്, Kerala's debt, GSDP growth rate 12, 10, 11, 4, -5 കോവിഡിൽ 20, 11, 11. പലിശ നിരക്ക് എത്രയാ കേരള സർക്കാർ കൊടുക്കുന്നത്? 7.8, 7.5. 7-നും 7.5-നും 8-നും ഇടയ്ക്കുള്ളൂ. കോവിഡ് വർഷമൊഴിച്ച് ബാക്കി എല്ലാത്തിലും GDP growth is higher than the interest rate. Debt is sustainable. എന്തൊക്കെ മണ്ടത്തരങ്ങളായി പത്രത്തിൽ വെച്ചിട്ടുണ്ട്. സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനും ഡെറ്റ് സസ്റ്റൈനബിലിറ്റി ഇക്വേഷൻ അറിഞ്ഞുകൂടെന്നുള്ളതാണ്. അപ്പോൾ പിന്നെ പുറത്തുള്ളവർ കുറ്റം പറയാൻ പറ്റും. ദിസ് ഇസ് സയൻസ് ഓഫ് എക്കണോമിക്സ്. ബാക്കിയൊക്കെ ചുമ്മാ വേറെ പലതരത്തിലുള്ള വർത്താനമാണ്. ഗട്ട്സ് മതി, ഇതുണ്ടെങ്കിൽ ഗട്ട്സ് മതി ചെയ്യാൻ. എടുത്താ മുങ്ങിപ്പോകോ, കടം ഇങ്ങനെ കൂടിയോ എന്നൊക്കെ ആലോചിച്ചിരുന്നിട്ട് ആ പേടിയൊന്നും എനിക്കില്ല. ദിസ് ഇസ് എ ഫോർമുല. സാർ, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ കേരളത്തിൽ കൂടുതൽ ഇൻകം കൊണ്ടുവരുന്നത് ടൂറിസമാണ്. അപ്പോൾ ടൂറിസത്തിൽ പല വിധത്തിലുള്ള ഫോംസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ഫോമാണ് അഗ്രി ടൂറിസം. സാർ ഫെമിലിയർ ആണെന്ന് തോന്നുന്നു ആ ടേമായിട്ട്. ഓക്കെ. അപ്പോൾ അഗ്രി ടൂറിസത്തിൽ ഞാനിപ്പോൾ ചോദിക്കുന്നത്, അഗ്രി ടൂറിസത്തിൽ ഇപ്പോൾ കേരളത്തിൽ സെപ്പറേറ്റഡ് ആയിട്ടൊരു ലീഗൽ ഫ്രെയിംവർക്ക് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ കൊണ്ടുവരികയാണ് എങ്കിൽ കൂടുതലായിട്ടുള്ള ഇൻകം കേരളം എന്ന ഒരു സംസ്ഥാനത്തിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധിക്കും. അപ്പോൾ അഗ്രി ടൂറിസത്തിൽ ഒരു ലീഗൽ ഫ്രെയിംവർക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇങ്ങനത്തെ ഒരു ഇത്. വെരി ഗുഡ്. ഇൻഫാക്റ്റ് ടൂറിസം ക്യാൻ ബി ഒരു ഉപവരുമാന മാർഗമാണ് കൃഷിയുടെ. ഇപ്പം എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? സേ എൻ്റെ ഹൈ റേഞ്ച് ടൂറിസം ഈസ് ബേസ്ഡ് അപ്പോൺ ലിങ്ക് ടു പ്ലാന്റേഷൻസ്. കേരള സർക്കാർ പ്ലാന്റേഷനിൽ 5% ഭൂമി ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് വെച്ചാൽ അവിടെ താമസിക്കാം, കൃഷി രീതികളെല്ലാം കാണാം, എല്ലാം പരിചയപ്പെടാം, ഇതൊക്കെ ചെയ്യാം. പ്ലാന്റേഷൻ മാത്രമല്ല, നമ്മുടെ ഹോം സ്റ്റെഡ് ഗാർഡൻസ് ആർ യുണീക്ക്. എന്താ ഹോം സ്റ്റെഡ് ഗാർഡൻ എന്ന് വെച്ചാൽ പുരയിട കൃഷി. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, അവരിപ്പോൾ നോർവേയിലാണ്. അവരുടെ തിസിസ് ദി ആർക്കിടെക്ചർ ഓഫ് കേരള ഹോം സ്റ്റെഡ് ഫാംസ്. എന്താ ആർക്കിടെക്ചർ? തെങ്ങ്, കവുങ്ങ്, അവർ വളരെ ഉയരത്തിലുള്ള സൂര്യപ്രകാശമൊക്കെ എടുത്തോളും. അതിൻ്റെ താഴത്ത് പിന്നെ ജാതിക്ക, അത് ഇത്. അതിനിടയിൽ വാഴയുടെ അടിയിൽ ചീര. ഇറ്റ്സ് ലൈക്ക് എ ട്രോപ്പിക്കൽ ഫോറസ്റ്റ്. എ വെറൈറ്റി ഓഫ് ഫാംസ്, പ്ലാന്റ്സ്, ട്രീസ്, ഷ്രബ്സ്, പടർപ്പുകൾ, വേലി, ഒരു കുളം, കുളത്തിലെ മീൻ,
അതിനിടയിലുള്ള കോഴി, ഇതെല്ലാം കൂടി ചേർന്ന ഒരു എക്കോസിസ്റ്റമാണ് ഹോം സ്റ്റേ ഗാർഡൻ എന്ന് പറയുന്നത്. യു കനോട്ട് സീ എനിത്തിങ് ലൈക്ക് ദിസ് ഔട്ട്സൈഡ്. മോണോകോർപ്പിൻ്റെ ലോകത്തു നിന്നാണ് ഇവിടേക്ക് ആളുകൾ വരുന്നത്. സി ഈച്ച് ഓഫ് ഫോർ ഹോം സ്റ്റേ ഗാർഡൻസ് ഇത് ഉപയോഗിക്കാം. ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചാൽ എന്താ ഗുണം? കാലത്ത് ഉച്ചക്കുള്ള ഭക്ഷണത്തിനുള്ള വെണ്ടയ്ക്കയാണോ പയറാണോ കിഴങ്ങാണോ നിങ്ങൾക്ക് തന്നെ പറിച്ചു കൊണ്ടുവരാം. അത് ഭയങ്കര കാര്യമാണ് കേട്ടോ. തിന്നത് നമ്മൾ തന്നെ പറിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ സായിപ്പിനെ സംബന്ധിച്ചിടത്തോളം ദേ വുഡ് ഹാവ് നെവർ ഡൺ ഇൻ ദെയർ ലൈഫ്. അവർ കട്ട് ചെയ്യാം, നോക്കാം, ഇനി വേണമെങ്കിൽ കൃഷിപ്പണിയും ചെയ്യാം. ലൈഫ് എക്സ്പീരിയൻസ്. സോ ദിസ് ഇസ് പോസിബിൾ. അവിടെ മാരാരിക്കുളത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മരാരി ബീച്ചുണ്ട്. അവിടെ അവർ ഗാർഡൻ ഉണ്ടാക്കി ഗസ്റ്റുകൾക്ക് പോയി പറിക്കാം. പറിച്ച് അത് കറി വെച്ച് കൊടുക്കും. കറി വെക്കണ വേറെ ആണല്ലോ എന്തായാലും. പക്ഷെ അവർക്ക് പറിച്ചു കൊടുക്കാം വെണ്ടക്ക, വഴുതനങ്ങ, ഇതെല്ലാം. There are people, കഞ്ഞിക്കുഴി, I have a book on that village, മരുപ്പച്ചകൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ്. അപ്പം അവിടെയുള്ളൊരു ഫാമർ സുജിത്ത് എന്നുള്ള പേര്, ഹി ഹാസ് എ ഓൺലൈൻ ചാനൽ. അയാളുടെ പ്രധാന വരുമാനമാർഗം ഇതാണ്. അതിനു വേണ്ടിയിട്ട് അയാൾ കൃഷി മുഴുവൻ ഇപ്പം ഡിസൈൻ ചെയ്യണത്. ഈ കഴിഞ്ഞ ഓണത്തിന് ഒരു പൂക്കളം, ലൈവ് പൂക്കളം, പല ജാതി ചെടികളും പല മലക്കറികളും എല്ലാം വലിയ പാടം മുഴുവനും അങ്ങനെ ഉണ്ടാക്കി. പക്ഷെ അവിടെ വന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിന് ഫീസുണ്ട്. ലൈഫ് പൂക്കളം ഫോട്ടോ എടുക്കാൻ എത്ര പേരാ വന്ന്? സോ ഡെഫിനറ്റ്ലി നമ്മൾ അഗ്രികൾച്ചറുമായിട്ട് തന്നെ ബന്ധിപ്പിക്കുന്നത് ആ കൃഷിക്കും വളരെ സഹായകരമായിട്ടുള്ള കാര്യം. നമുക്കറിയാം കേരളം ഹെൽത്ത് സെക്ടർ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. പക്ഷേ ഇപ്പം ഞാനിപ്പോൾ ന്യൂസ് പേപ്പർ ഞാൻ വായിച്ച് നോക്കിയപ്പോൾ കണ്ടതാണ്, ഇപ്പം പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നല്ലോ ഡോക്ടർമാരുടെ. ഇപ്പം അടുത്ത് എന്താ പറയുക, അവിടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അങ്ങനത്തെ ഇപ്പം ഉടനീളം സ്ഥലത്തുകളിൽ ഇപ്പോൾ പല സ്ഥലത്തും പല ഗവൺമെൻറ് എന്താ പറയുക ഹോസ്പിറ്റലിലും അതില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അതുകൂടാതെ നമ്മളിപ്പം പല എന്താ പറയുക ഗവൺമെൻറ്, അതുകൊണ്ട് തന്നെ പല ഡോക്ടേഴ്സും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്താ പറയുക ജോലി ചെയ്യാൻ തന്നെ താല്പര്യപ്പെടുന്നില്ല. പ്രൈവറ്റിലേക്ക് നല്ല ഡോക്ടേഴ്സ് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഹെൽത്ത് സെക്ടറിൽ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത ഒരു സ്റ്റേറ്റിന് എന്താണ് അവിടെ പറ്റിയൊരു പ്രശ്നം എന്നുള്ളതാണ്. ഇറ്റ്സ് ട്രൂ. നമുക്കിനിയും ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് ടു ബി മെയ്ഡ് ഫോർ ദാറ്റ്. എന്തിനാ പബ്ലിക് ഹെൽത്ത് ഹോസ്പിറ്റൽ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത്? ഇനിയുള്ള കാലം അങ്ങനത്തെ കാലമായിരിക്കും. എങ്ങനത്തെ കാലം? കോവിഡ് പോലത്തുള്ള കാറ്റസ്ട്രോഫിക് ഇവൻറ്റ്സ് ഒക്കെ വരുന്നൊരു കാലത്തേക്കാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ യുഗം നമ്മളെ കൊണ്ടുപോകാൻ പോകുന്നത്. നൗ കേരളത്തിൻ്റെ പ്രത്യേകത എന്താ? കഴിഞ്ഞ കോവിഡിന് ലോകത്ത് ഏറ്റവും കുറവ് മരണം സംഭവിച്ച 1,00,000 പോപ്പുലേഷന് മരണം സംഭവിച്ചത് കേരളത്തിലാണ്. ചിലർക്ക് തർക്കമൊക്കെ ഉണ്ട് സംബന്ധിച്ച്, ഒരു തർക്കവും വേണ്ട. കണക്കിൽപ്പെടാത്ത അത് മാത്രം ജസ്റ്റ് സി, കാണാൻ പറ്റൂല. എനിവേ, ഐ ഹാവ് സഫിഷ്യൻറ്റ് ഡാറ്റ. കോവിഡ് മരണം, റിപ്പോർട്ട് ചെയ്യാത്ത മരണവും എക്സസ് ഡെത്ത് അടക്കം സാധാരണ നിലയിൽ സംഭവിക്കേണ്ട മരണത്തിൻ്റെ എസ്റ്റിമേറ്റോട്ട് ഹരിച്ചാൽ കേരളം ലോക നിലവാരത്ത് ആവറേജിനേക്കാൾ എത്രയോ താഴെയാണ്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോയാൽ ഐ ഹാഡ് ഓൾ ദ ഡീറ്റെയിൽസ് ഫോർ ദാറ്റ്. പക്ഷെ ഞാനിപ്പോൾ അതിലേക്ക് കൂടുതൽ പോകണില്ല. അതുകൊണ്ട് പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അതില്ലാതെ പ്രൈവറ്റ് ഹെൽത്ത് ഫെസിലിറ്റിയെ മാത്രം ആശ്രയിക്കുന്ന രാജ്യങ്ങളെല്ലാം വലിയ തകർച്ചയുണ്ടായി. നമുക്ക് അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വലുതായിട്ട് വേണം.
കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രത്യേകത, ഹെൽത്ത് സെക്ടറിൽ ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്ന കാലമില്ല. ഞാനിന്ന് ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിൽ രാത്രി പോയി എന്ന് പറഞ്ഞില്ലേ, ഐ വാണ്ട് ടു ഹാവ് എ ഹെഡ് ചെക്കപ്പ്. അപ്പോഴാണ് അവിടുത്തെ കാർഡിയോളജി ഞാൻ ആദ്യമായിട്ട് വരികയാണ്. 8 floors, 2 കാത്ത് ലാബ്, ഒന്നല്ല. ഇറ്റ്സ് എ ജനറൽ ഹോസ്പിറ്റൽ, നോട്ട് എ മെഡിക്കൽ കോളേജ്. വേറെ ഫെസിലിറ്റീസ്. അപ്പോൾ അവിടെ ഹാർട്ട് ഓപ്പറേഷൻ നോക്കിയേ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഒരു ജനറൽ ഹോസ്പിറ്റലിൽ നടത്തുന്നു. സോ വലിയ എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞെന്താ, ഇത്രയും വന്നു കഴിഞ്ഞപ്പോൾ വരുന്ന ആളുകളുടെ എണ്ണവും കൂടി, അതുകൊണ്ട് താങ്ങാൻ പറ്റാത്ത വർക്ക് ലോഡാണ്. KSSPയുടെ ഒരു സർവേ ഉണ്ട്, കേരള പഠനത്തിൽ 1880 ആദ്യം ബാഡിയൂർ സർവേയുടെ കാലത്ത് ഏതാണ്ട് 30-40% ജനങ്ങളെ നമ്മുടെ പൊതു ആരോഗ്യ മേഖലയിൽ പോയിക്കൊണ്ടിരുന്നുള്ളൂ. ലേറ്റസ്റ്റ് സർവേയിൽ അത് 60%-ത്തിനടുത്താണ്. ആളുകൾ പൊതു ആരോഗ്യ സംവിധാനത്തിന് പോകുന്നു, അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി വന്നിട്ടില്ല. ബട്ട് അതുകൊണ്ട് ഫെസിലിറ്റി ഇല്ലാത്തതിൻ്റെ അല്ല, ഫെസിലിറ്റി വർദ്ധിക്കും തോറും അത് സൗജന്യമാണ് എന്നുള്ളത് കൊണ്ട് ആളുകൾ വരുന്നു. ഇവിടുത്തെ പേവാർഡിന് പോലും 1200 രൂപയുള്ളൂ. നിങ്ങളിവിടുത്തെ സ്പെഷ്യലിസ്റ്റ് ആശുപത്രികളിൽ പോയിട്ട് റൂം എടുക്കാൻ പറ്റുമോ? കാർഡിയാക്ക് പ്രോബ്ലത്തിനകത്തിരുന്ന് പേവാർഡിൽ, മറ്റുള്ളവർക്ക് ഫ്രീ ആണ്. സോ ഇതിൻ്റെ പ്രാധാന്യം ഉണ്ട് ചെയ്യുന്നത്. ബട്ട് മെനി ഡോക്ടേഴ്സിനത്തോളം ഇവിടെയാണ് ചാലഞ്ച്. എന്തിനാ ആളൂരാൻ ഇവിടെ താമസിക്കണത്? ഇത് ഇങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ ചെയ്യുന്നത് വേറൊരാൾ ലാഭം ഉണ്ടാക്കാനല്ല. ഇറ്റ്സ് എ പബ്ലിക് സർവീസ്. അങ്ങനെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റും മറ്റും നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. ബട്ട് ഐ അഗ്രി വിത്ത് യു, വി ഹാവ് ടു എക്സ്പാൻഡ് ഫർദർ അവർ ഫെസിലിറ്റീസ് ഇൻ ദ. എല്ലാം ഇവിടെ തന്നെ വേണമെന്നല്ല, പക്ഷെ ഇത് ഡിറ്റർമിനിങ് ഇൻഫ്ലുവൻസ് ആവണം. ഇങ്ങനെ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ മറ്റ് ആശുപത്രികളിൽ മേടിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇതില്ലെങ്കിൽ അവർ പറയുന്നതാണ് നിയമം. ഇതുള്ളത് കൊണ്ട് ഇഷ്ടം പോലെ നിയമിക്കാൻ, പണം മേടിക്കാൻ പറ്റത്തില്ല. ദാറ്റ്സ് വൈ ഏറ്റവും കൂടുതൽ ഹെൽത്ത് ചെലവ് നടത്തുന്ന സംസ്ഥാനമായിട്ടും കോർപ്പറേറ്റ് കമ്പനികൾ കേരളത്തിൽ കുറവാണ്. ദ സ്ലോലി കമ്മിങ്, ദ ടേക്കൺ ഓവർ ബേബി കോൾ. പക്ഷെ അതുകൊണ്ടാണ് ഇത്രയും വലിയ അറ്റാക്ക് പബ്ലിക് സെക്ടറിനെതിരായിട്ട് വരുന്നത്. ദേ വാണ്ട് ദിസ് ടു ബി സ്കട്ടിൽഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ അവർ പറയുന്ന റേറ്റിൽ ചികിത്സ നടത്താൻ പറ്റൂ. വി ആർ സേയിങ് വി റിക്വയർ ദം, അവർ വരട്ടെ. പക്ഷേ ഹെൽത്തിനെ ഞങ്ങൾ വിടാൻ പോണില്ല. ഒരു ഓൾട്ടർനേറ്റീവ് ജനങ്ങളുടെ മുന്നിലുണ്ടാവും. Good afternoon, sir. My name is Helen Benskar. I'm from Kollam district. And first of all, I'm going to ask a partially political and economic question. So hopefully going to receive a objective kind of answer. If you have any politically incorrect statement in that, you should have to clear me through your answer. Okay. And I would like to... അപ്പം ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഞാൻ മമ്മൂക്കയുടെ ഒരു പൊളിറ്റിക്കൽ മൂവി 1 എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഒരു എന്നെ ആകർഷിപ്പിച്ചയും ചിന്തിപ്പിച്ചയും ആ ഒരു ഡയലോഗിൽ നിന്നാണ് ചോദിക്കുന്നത്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എതിർപക്ഷമല്ല, മറിച്ച് മറ്റൊരു പക്ഷമാണ് എന്നൊരിത് എല്ലാവരെയും ചിന്ത ജനിപ്പിച്ചൊരു സംഭവമാണ്. അപ്പോൾ ഇല്ലെന്താന്ന് വെച്ചാൽ, ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടി താല്പര്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഇതിരിക്കേണ്ടത് നമ്മുടെ ജനസേവനത്തിനും ജനങ്ങളുടെ വികസനത്തിനുമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കെ ഇതിനു മുമ്പുള്ള സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളെയും പ്രതിപക്ഷത്തിൽ നിന്ന് ഇടതുപക്ഷം എതിർക്കുകയും തുടർന്ന് ഭരണത്തിൽ വന്ന സമയത്ത് അത് പ്രാബല്യത്തിലാക്കുകയും ചെയ്തു. അപ്പോൾ ആ വൈകിയുണ്ടായാലും ആ വികസനത്തെ എത്തിച്ചതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ വികസനം നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടി തമ്മിലുള്ള റൈവലറി തടസ്സമാവുന്നുണ്ടോ? അല്ലെങ്കിൽ ശരിക്കും രാഷ്ട്രീയക്കാരെന്നുള്ള നല്ലത് കണ്ടാൽ അംഗീകരിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പ്രതിപക്ഷവും ആണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നതുമെല്ലാം. അപ്പോൾ ഈ വികസനം നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നതിൽ ഒരു രാഷ്ട്രീയ പാർട്ടി തടസ്സമാവുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജീസ് തടസ്സമാവുന്നുണ്ടോ? ജനങ്ങൾ ഇതിനെ നടുക്ക് നിൽക്കുന്ന ഒരു പോയിന്റിൽ നിൽക്കുന്നുണ്ടോ? നമ്മുടെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് കൾച്ചർ എങ്ങനെയുള്ളതാവും?
ഈവൻ ഇഫ് യു റിമെയിൻ ഇൻ ഡിഫറെൻറ്റ് പാർട്ടീസ്, എതിർപക്ഷമല്ല വേറൊരു പക്ഷം. സോ യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ യോജിക്കാൻ പറ്റും. This was one of the motives of people's campaign, objectives. താഴെത്തട്ടിൽ ഈ രീതിയിൽ, മുകളിൽ മാക്രോ പോളിസിയൊക്കെ ഒത്തിരി വരുന്നതുകൊണ്ട് തർക്കം കൂടുതലായിരിക്കും. താഴത്ത് നമ്മുടെ സ്കൂളിൽ എങ്ങനെ നന്നാക്കാം, നമ്മുടെ ആശുപത്രി ഒന്ന് എങ്ങനെ നന്നാക്കാം, ഈ റോഡെങ്ങനെ പണിയണം, ഇതിനൊന്നും വലിയ തർക്കം ഉണ്ടാവേണ്ട കാര്യമില്ല. സോ താഴെത്തട്ടിൽ ഇത് ചെയ്യണം. അതിന് പറ്റുന്ന ഡിസൈനാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വെച്ച് സ്റ്റാൻഡിങ് കമ്മിറ്റികളിലേക്ക് ആളെ തിരഞ്ഞെടുക്കുന്നു, ചെയർമാനെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ഒരു 5-6 പേരുണ്ടെങ്കിൽ, ഒരു 4-5 പേരുണ്ടെങ്കിൽ 3 സ്റ്റാൻഡിങ് കമ്മിറ്റി ഇല്ലേ, അവരെല്ലാവരും ഫസ്റ്റ് പ്രിഫറൻസ് ഒരു കമ്മിറ്റിക്ക് കൊടുത്ത ചെയർമാനാവും. ഇറ്റ്സ് എ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം. ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എന്തിനാ അങ്ങനെ ഒരു ഡിസൈൻ? ഇലക്ഷൻ കഴിഞ്ഞാൽ എല്ലാവരും ഒരു പക്ഷമാണ്. ദർ ആർ ഓൾ റെസ്പോൺസിബിലിറ്റീസ് ഇൻ വേരിയസ് സ്ഫിയേഴ്സ്. കേരളത്തിലെ പഞ്ചായത്തുകളിൽ ഇലക്ഷൻ കാലത്ത് വലിയ തർക്കമുണ്ടെങ്കിലും ഇവിടെ വരുമ്പോൾ അത് മാറും. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ദാറ്റ് ഈസ് എ ബിഗ് അച്ചീവ്മെൻ്റ് ഓഫ് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ. എന്നാൽ സംസ്ഥാന തലത്തിൽ അങ്ങനെയല്ല. ഈ 2 മുന്നണിയും സംബന്ധിച്ച് വ്യത്യാസം ചെറുതാ. ഒരു ചെറിയ കാര്യമായിരിക്കും ചിലപ്പോൾ മറിക്കാൻ പറ്റുന്നത്. സോ ഒളികോപ്പിളി പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മൂന്ന് നോക്കി നിൽക്കണം ഈ 2 മുന്നണികളും. ഇഫ് യു വാണ്ട് ടു ഗീവ് മീ എ കോൺക്രീറ്റ് എക്സാമ്പിൾ വെദർ ഇറ്റ് ഹിൻഡേഴ്സ് ഡെവലപ്മെൻറ്റ്, ടേക്ക് കോവിഡ്. ഫസ്റ്റ് ഫേസ് കേരളം മുഴുവൻ ലോകം അപ്രിഷ്യേറ്റ് ചെയ്തു. എന്താ കാര്യം? ഏതൊക്കെങ്കിലും രോഗം കണ്ടാൽ ഉടനെ തന്നെ കോണ്ടാക്ട് ട്രേസിങ് നോക്കി ആളുകളൊക്കെ പിടിച്ച് എല്ലാം ക്വാറന്റൈൻ ചെയ്ത് എവറി ടൈം സ്പ്രെഡ് ടു പ്ലേസ് വി ബ്രോട്ട് ദ കർവ് ഡൗൺ. അപ്പം ലോകം മുഴുവൻ എങ്ങനെ ഇവർ ചെയ്യണം? എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഇതെങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ ലെഫ്റ്റ് ജയിച്ചപ്പോൾ പിന്നെ ലെഫ്റ്റ് വീണ്ടും ജയിക്കാനുള്ള സാധ്യത വന്നു 2ാം തവണ. അതോടുകൂടി ഓൾ ഔട്ട് അറ്റാക്ക്, അതോടുകൂടി സിസ്റ്റം മുഴുവൻ വെളിഞ്ഞു. ആളുകളെ പുറത്തുനിന്ന് വരുന്നവർ അവരെ ടെസ്റ്റ് ചെയ്തിട്ടെങ്കിലും കേട്ടണ്ടേ? അവിടെ മുഴുവൻ ബഹളം, ആളുകളെ കടത്തി വിടുന്നു, ചെയ്യുന്നു. സോ ദ എൻറ്റയർ കോൺട്രാക്ട്, നമ്മുടെ ട്രേസിങ് പ്രോഗ്രാം ഫെയിൽഡ് ആൻഡ് സ്പ്രെഡ്, കമ്മ്യൂണിറ്റി സ്പ്രെഡ്. അപ്പോഴും നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം റോബസ്റ്റ് ആയതുകൊണ്ട് മരിച്ചില്ല, മരണം അപ്പോഴും വളരെ താഴ്ത്തത്. സോ യു സി എങ്ങനെയാണ് ഈ ഒരു നാരോ പൊളിറ്റിക്കൽ റൈവൽറി ഇതിനെ തടസ്സമായിത്തീരുന്ന അനുഭവങ്ങളും നമുക്കുണ്ട്. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. ഐ അഗ്രി വിത്ത് യുവർ ഡിക്റ്റം. എതിർപക്ഷമല്ല, വേറൊരു പക്ഷം. So, sir, my question is, ഇപ്പോൾ നടക്കുന്ന current events happening in the West or the Middle East, since deportations are becoming frequent, the American dream is collapsing, right? So, families are being sent back even with legal documents with them. How is Kerala handling this situation with the increase in population, and does this affect remittances like Kerala revenue? ആളുകൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കൂടുതൽ തിരിച്ചു വരുന്നു. When you migrate to Middle East, you have got to come back. You cannot settle there. So it's a temporary migration. But so എന്നും ഗൾഫിലേക്ക് കൂടുതൽ ആളുകൾ പോകുന്നു, അവിടെ തിരിച്ചു വരുന്നതിലുമുണ്ട്. Now, for the first time, return migration to Gulf have exceeded the migration to Gulf. അതാണ് പുതിയ സിറ്റുവേഷൻ നിങ്ങൾ പറയുന്നത്. How do we address this? Now that is the urgency. Kerala should go to knowledge economy so that we create employment here itself.
പക്ഷെ അതുമാത്രമോ മാർഗമൊന്നും കരുതണ്ട. ഇൻ ദ വെസ്റ്റ് ഡിമാൻഡ് ഈസ് ഇൻക്രീസിങ്. എന്തുകൊണ്ടാ? അവിടെ ഇപ്പോൾ കുട്ടികളില്ല. വർക്കിംഗ് ഏജ് ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. വർക്ക് ഫോഴ്സ്, പ്രായമുള്ളവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നൗ ദേ റിക്വയർ കെയർ ഗീവേഴ്സ്. ദേ റിക്വയർ ജപ്പാൻ ഫോർ എക്സാമ്പിൾ, കൺസ്ട്രക്ഷനും ബാക്കിയുള്ളതിനും ആൾക്കാർ വേണം. സോ മിഡിൽ ഈസ്റ്റിൽ കുറഞ്ഞാലും കുഴപ്പമില്ല, വി ഹാവ് ദ ബെസ്റ്റ്. ബട്ട് വേറെ സ്കില്ലുകൾ വേണം. ബട്ട് ബേസിക്കലി വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, നമ്മളിവിടെ നല്ല ജോലിയുള്ള സമ്പദ്ഘടന സൃഷ്ടിക്കണം. ഒരു സെക്ഷൻ പുറത്തു പോകുന്നു, പക്ഷെ പുറത്തു പോയി ജോലി ചെയ്ത് എല്ലാ കാലത്തും ജീവിക്കാം എന്നുള്ള ചിന്തിക്കാൻ പാടില്ല. സോ വി ആർ ട്രൈങ് ടു ബിൽഡ് നോളജ് എക്കോണമി സോ ദാറ്റ് ഗ്രേറ്റർ ഗുഡ് ജോബ്സ് ഇവിടെ ഉണ്ടാവും. അതോടൊപ്പം നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മുടെ മൈഗ്രേഷൻ ടു ദ വെസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നു. എൻ്റെ പേര് എനോഷ്, സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ നിന്നാണ്. സോ അതെങ്ങനെ നമുക്ക് കുറക്കാം, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻസ് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? Now, you shouldn't be worried about remittance being high. അത് കുഴപ്പമില്ല. പുറത്തുനിന്ന് ഇത്രയും പണം വന്നാൽ നമ്മുടെ സമ്പദ്ഘടനയിൽ അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാവും. വി ഹാവ് ജസ്റ്റ് സീൻ റെമിറ്റൻസ് ഇത്രയും വർദ്ധിച്ചിരുന്നതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് കേരള സമ്പദ്ഘടനയിൽ വന്നതെന്ന്. മാസീവ് സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ വിച്ച് ഈസ് ടേക്കിംഗ് പ്ലേസ് നൗ, അതുണ്ടാവുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവും. എന്താ? ഇസ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ടേക്കിംഗ് പ്ലേസ്. പഠിക്കാൻ പോകുന്നതിന് 40-50 ലക്ഷം രൂപ ഉണ്ട്. അത് വീട്ടിലെ ഭൂമി വിറ്റിട്ടോ പണയപ്പെടുത്തിയിട്ടോ പോണേ. ദെൻ യു ട്രൈ ടു ഗെറ്റ് എംപ്ലോയ്മെൻറ്റ് ഔട്ട്സൈഡ്. ഭൂമി ഇനി പോയാലും കുഴപ്പമില്ല. സോ ദ മാസീവ് സ്റ്റുഡൻറ്റ് മൈഗ്രേഷൻ അതൊരു തരം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. റിവേഴ്സ് റെമിറ്റൻസസ് ടേക്കിംഗ് പ്ലേസ്. അതുകൊണ്ട് അത് നിർത്തണമെന്നൊന്നുമല്ല, പോണ്ടവർ പോണം. എന്തുകൊണ്ടാണ് പോണേ? അവിടെ പോയി പഠിച്ചാലേ ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ പഠിച്ചാലും ജോലി കിട്ടുമെന്ന് ഉറപ്പാക്കണം. കേരളത്തിലൊരു കോളേജിൽ പഠിച്ചാൽ, മഹാരാജാസിൽ പഠിച്ചാൽ ഇവിടെ ആഡ് ഓൺ കോഴ്സുകളുണ്ട്, സ്കിൽ ട്രെയിനിങ് ഉണ്ട്, കമ്പനികൾ റിക്രൂട്ട് ചെയ്യാൻ വരും. ഇവിടെ പഠിച്ചാൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ പോവും. മരിയൻ കോളേജ് കുട്ടിക്കാനം, എവരിബഡി ഗെറ്റ്സ് എംപ്ലോയ്മെൻറ്റ്. അവിടെ അഡ്മിഷൻ കിട്ടാൻ പ്രയാസം. ഐ ഡോണ്ട് നോ അബൌട്ട് സെൻറ്റ് തെരേസസ്. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് എത്ര ശതമാനം വരും? സർ, ഞാൻ സെൻറ്റ് ആൽബർട്ട്സ് കോളേജ്. സെൻറ്റ് ആൽബർട്ട്സ് കോളേജ്. സെൻറ്റ് ആൽബർട്ട്സ്. സെൻറ്റ് ആൽബർട്ട്സിലും ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വന്നിട്ടില്ല. ബട്ട് സെൻറ്റ് തോമസ് തൃശ്ശൂർ ഹാസ് ഗോട്ട് എ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പ്രോഗ്രാം. അങ്ങനെയുള്ള കോളേജുകളിൽ കുട്ടികളെ കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. സോ വി ഹാവ് ടു ചേഞ്ച് അവർ ഹയർ എഡ്യൂക്കേഷൻ. സോ ദാറ്റ് പുറത്ത് പോകണമെങ്കിലും അപ്പോൾ പോയിക്കോട്ടെ, ബട്ട് ഇവിടെ പഠിക്കട്ടെ. ഇവിടെ പഠിച്ചാലും ജോലി കിട്ടുമെന്ന് പറയണം. 2, നമ്മുടെ കോളേജൊക്കെ അവിടുത്തെ കോളേജ് പോലെ ആവണം. പുസ്തകങ്ങൾ അങ്ങനത്തെ ഉണ്ടാവണം, മാഷന്മാരങ്ങനെ ഉണ്ടാവണം, ഇൻറ്ററാക്ട് ചെയ്യണം. ഞാനതാ പറഞ്ഞേ, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം ഇവിടുത്തെ പഠിച്ച ക്ലാസ്സിൽ ഇന്നിരിക്കുന്ന കുട്ടികളെ സഹായിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ലോകത്ത് എവിടെ കിട്ടുമെന്ന് അതുപോലൊരു പിന്തുണ പഠനത്തിന് ഇവിടെ വരും. ഓൺലൈനായിട്ടൊക്കെ പഠിപ്പിക്കാൻ എന്താ പ്രയാസമുള്ളത്? സോ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെ നമ്മൾ മാറ്റണം. അതുവഴി മാത്രമേ ഈ പ്രവണതയെ നിരുത്സാഹപ്പെടുത്താൻ പറ്റൂ. ഞാൻ സെൻറ്റ് ആൽബർട്ട്സിൻ്റെ അവിടെ മരാസി പഠിച്ചപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത് ജസ്റ്റ് നിയർ ബൈ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കോളേജിലേക്ക് നടന്നു വരും. എന്നെ എല്ലാവരും അറിയുമായിരുന്നു. കാരണം ആ മാർക്കറ്റ് റോഡിൽ കൂടി പുസ്തകം വായിച്ച് നടക്കുന്ന ഏക വട്ടം ഞാനായിരുന്നു. സോ എവരിബഡി തിങ്സ് ഈ മനുഷ്യനൊക്കെ നടക്കണത്. കാരണം നിങ്ങൾക്ക് മാർക്കറ്റ് റോഡ് അറിയാനുള്ള തിരക്ക്. ഞാൻ അപ്പുറത്ത് നിന്നാണ് നടന്നു തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അതിങ്ങനെ പ്രത്യേക രീതിയുണ്ട്. വായിച്ച് നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും ആരെങ്കിലും മുന്നേ വരുന്നുണ്ടോയെന്ന്. സോ ഇവിടം വരെയും 1 മണിക്കൂർ എടുക്കും. ബട്ട് അവിടെ ഫിനിഷ് റീഡിങ് നടത്തും. എൻ്റെ പേര് നെവിൻ വർഗീസ്. ഞാൻ സെൻറ്റ് പോൾസ് കോളേജ് കളമശ്ശേരി എന്നായിരുന്നു. എൻ്റെ ചോദ്യം ഒരു ലെജിസ്ലേറ്റീവ് ആക്ടിനെ ബേസ് ചെയ്താണ്. ഇപ്പോൾ 2025 പ്രൊവിഷൻ ചെയ്ത ആക്റ്റായിരുന്നു
VBG റാംജി ബിൽ. നേരത്തെ നിലനിന്നിരുന്ന 2005 മൻരേഗ എന്ന ആക്ടിനെ പ്രൊവിഷൻ ചെയ്ത് അതിൻ്റെ ടെക്നിക്കാലിറ്റി, അതിൻ്റെ ചില ഫങ്ഷൻസിലെല്ലാം പേരിൽ മാത്രമല്ല ഫങ്ഷനിലും പേര് മാറ്റി കൊണ്ടുവന്ന പുതിയ ആക്ടാണ് VBG റാംജി ബിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ഗ്രാസ് റൂട്ട് ഡെമോക്രസി ഇന്ത്യയുടെ സ്ട്രെങ്തൻ ചെയ്യുക? പിന്നെ എക്കണോമിക്കൽ ഡയമെൻഷനിൽ ഒരു കേരളനെ വികസിത് ഭാരത് എന്ന ഒരു പദ്ധതിയിൽ എങ്ങനെയാണ് ഒരു എക്കണോമിക് ഡയമെൻഷനിൽ നമ്മൾ എൻഹാൻസ് ചെയ്യുക? നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? ഞാൻ BA എക്കണോമിക്സ് പഠിക്കുന്നു. ഇത്രയും ടേംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് പഠിച്ചത്? കൺഗ്രാജുലേഷൻസ്, യു ഹാവ് യൂസ്ഡ് ലീഗൽ ടെർമിനോളജി, അതിലുപയോഗിക്കുന്ന ടെക്നിക്കൽ കൺസെപ്റ്റുകൾ അതെല്ലാം കൃത്യമായിട്ട് ആ പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഐ എം ജസ്റ്റ് ക്യൂരിയസ് ഹൗ എ BA സ്റ്റുഡൻറ്റ് ഈ NRG സംബന്ധിച്ച് റാംജി സംബന്ധിച്ച് ഇവയൊക്കെ ഇപ്പം നടന്നല്ലേ ഉള്ളൂ, എങ്ങനെ നിങ്ങളിത് പഠിച്ചത്? ഡെയിലി പത്രം വായിക്കും, അതാണ് ഇതിൻ്റെ സോഴ്സ്. എഴുന്നേറ്റ് കൈയടിക്കണം. പത്രം വായിക്കുമെന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടത്. ഇപ്പം നമ്മുടെ കോളേജ് പിള്ളേർ പത്രം വായിക്കില്ല. റിയലി ഇറ്റ്സ് റെയർ ടു ഫൈൻഡ് സ്റ്റുഡൻറ്റ് റീഡിങ്. വി ലിസൺ ടു ഓൺലൈൻ ന്യൂസ് സെലക്റ്റീവ്ലി. നമുക്കിഷ്ടമുള്ള ന്യൂസ് നമ്മൾ മറിച്ച് നോക്കും. ഒന്നും അറിയാതെ നടക്കണവരൊന്നും അല്ല കേട്ടോ, പക്ഷെ പത്രം വായിക്കില്ല. അപ്പോൾ വെരി ഗുഡ്. സി ഐ നോട്ട് ഗോയിങ് ടു ഡീറ്റെയിൽഡ് ആൻസർ. ഞാനൊരു മാഗസിൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്, ചിന്ത. അതിൽ 48 പേജും ഒരു ലക്കം മുഴുവൻ ഇതിനെക്കുറിച്ചുള്ളതാണ്, ആൻസേഴ്സ്. സോ പുട്ട് ഇറ്റ് വെരി സിംപ്ലി, നേരത്തെ ഉണ്ടായിരുന്ന MGNREGS 100 ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടി ചെയ്യണു. അതിനുള്ള പണം കേന്ദ്ര സർക്കാർ തരും. അത് തരാറില്ല, കൊടുക്കാറില്ല എന്നുള്ള വേറെ കാര്യം. ബട്ട് ദാറ്റ് വാസ് ദ പ്രിൻസിപ്പിൾ. ഇപ്പം റാംജി വന്നപ്പോൾ എന്തുണ്ടായി? പേരിൽ മാറ്റം വരുത്തിയത് യഥാർത്ഥത്തിൽ ആത്മതർക്കം ഉണ്ടാക്കി യഥാർത്ഥ പ്രശ്നം മറച്ചു വെക്കാനാ. സെൻട്രൽ ഗവൺമെൻറ് ഡസ് നോട്ട് ഗ്യാരണ്ടി എനി മിനിമം ഡേയ്സ്. 125 ദിവസം വർദ്ധിപ്പിച്ചു. പക്ഷെ കേന്ദ്ര സർക്കാർ 125 ദിവസത്തെ പണിക്കുള്ള കാശ് തരുമോ? ഇല്ല. 100 ദിവസം തരുമോ? ഇല്ല. 50 ദിവസം തരുമോ? ഒരു ഗ്യാരണ്ടി ഇല്ല. അവർ വർഷം വർഷം നിശ്ചയിക്കുന്ന തുക അവരുണ്ടാക്കിയ മാനദണ്ഡം നമ്മുടെ നാട്ടിൽ എത്ര തൊഴിലാളി ജോലി ആവശ്യപ്പെടുന്നു നോക്കിയിട്ടല്ല, അവർ നിശ്ചയിക്കുന്ന മാനദണ്ഡ പ്രകാരം നമുക്ക് വീതം വെച്ച് തരും. പിന്നെ 125 ദിവസം പണിയോ അത് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കി കൊടുത്തോണം. സോ ദേ ഹാവ് ഡിസ്ട്രോയിഡ് ദി ആക്ട്. സിമ്പിൾ. അതുകൊണ്ട് ഈ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം വാസ് ദി, അപ്പോൾ പറയും ഇത് ഫ്രീ ബി അല്ലേ, ഇങ്ങനെ വെറുതെ കൊടുക്കാം. ഫ്രീ ബി അല്ല, അസറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. സി ലുക്ക്, കിസാൻ സമ്മാൻ 65,000 കോടി രൂപയാണ് ഒരു വർഷം കൊടുക്കുന്നത്, ഫ്രീ. അതിനേക്കാൾ എത്രയോ മികച്ചതാണ്. പാവപ്പെട്ടവൻ കൂലിവേല എടുക്കാൻ തയ്യാറുള്ളവരല്ലേ വന്നത് മേടിക്കൂ. പണക്കാരൻ വന്നു 300 രൂപ കിട്ടുമെന്ന് പറഞ്ഞ് കിളക്കാൻ പോവും. So self-selection of the poor. Nobody is left out. And it was guaranteed. And central government has withdrawn from this. ഞാൻ ഇതിനൊക്കെ സ്ലൈഡുകൾ പല പ്രസംഗങ്ങളിലുള്ളതുണ്ട്, ഞാൻ എടുക്കുന്നില്ല, നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട്. സോ കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്. ഐ ലൈക്ക് ദിസ് ക്വസ്റ്റ്യൻ ബെസ്റ്റ്. കൺഗ്രാജുലേഷൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ ഒത്തിരി ഫാമിലീസ് അബ്രോഡ് സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അവിടെ അടച്ചു പൂട്ടി കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾക്ക് അതെന്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൂടാം? അതായത് ഇപ്പോൾ റെൻ്റലിന് കൊടുക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസസിനൊക്കെ പ്രൊവൈഡ് ചെയ്യാം.
അപ്പോൾ ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഒരു പ്ലാൻ അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് ഉണ്ടോ ഇതിങ്ങനെ ഒരു പോളിസി ആയിട്ട് കൊണ്ടുവരാനായിട്ട്? അങ്ങനെ ഇപ്പോൾ കൊണ്ടുവന്നാൽ തന്നെ അത് എത്രത്തോളം ആപ്ലിക്കബിൾ ആയിരിക്കും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ? വെരി ഗുഡ്. ഇപ്പോൾ ഇനീഷ്യേറ്റീവ് കൃഷി ചെയ്യാതെ ഇതുപോലെ കിടക്കുന്ന സ്ഥലം പഞ്ചായത്ത് ഏറ്റെടുത്ത് കൃഷി ചെയ്യാൻ സൗകര്യപ്പെടുത്തി കൊടുക്കാം. പക്ഷേ നിങ്ങൾ പറഞ്ഞ അടുത്തൊരു സ്റ്റെപ്പാണ് അടച്ചുപൂട്ടിക്കിടക്കുന്ന വീട് അവരുടെ സ്വത്തൊന്നും പിടിച്ചെടുക്കാനല്ല, അവർ തയ്യാറാണെങ്കിൽ ഗവൺമെൻറ് ഗ്യാരണ്ടീസ് അത് ഇന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഹോം സ്റ്റേ ആയിട്ട് ഉപയോഗിക്കാൻ ഒരു കളക്റ്റീവിന് കൊടുക്കാം. ദാറ്റ് ഫീസ് വിൽ ഇൻക്ലൂഡ് ഇവർ നാളെ തിരിച്ചു വരുമ്പോൾ പൂർവ്വസ്ഥിതി എന്താണോ അതുപോലെ ആക്കി തീർക്കും. അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സർക്കാർ ഗ്യാരണ്ടി ചെയ്യണം. സോ ദാറ്റ് നമ്മുടെ നാട്ടിൽ സാധാരണക്കാർ ഒരു എൻ്റർപ്രൈസിങ് മോഡലുള്ള ആർക്കും അന്നേരം ഹോം സ്റ്റേ ആരംഭിക്കാം. ഹോം സ്റ്റേ ആരംഭിക്കാനുള്ള പണമില്ല. ഒരു വീടുമായിട്ട് നേരിട്ട് ആരെങ്കിലും ഏൽപ്പിക്കാൻ പുറത്തുള്ള NRIക്കാർക്ക് പ്രയാസമായിരിക്കും. പക്ഷെ ഗവൺമെൻറ് ഇൻ്റർമീഡിയേഷൻ ഉണ്ട്. ഗവൺമെൻറ് ഷുഡ് ഗ്യാരണ്ടി. അതിനൊരു അതോറിറ്റി ഉണ്ടാക്കേണ്ടി വരും. ഇതെല്ലാം ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഈ ഡെഡ് അസറ്റൊക്കെ കേരളത്തിലെ ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലയാക്കി നമുക്ക് മാറ്റാൻ പറ്റും. എൻ്റെ ചോദ്യം എന്തെന്ന് വെച്ചാൽ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് ആവശ്യമായ ഫണ്ടിങ് തരുന്നില്ല. എസ്പെഷ്യലി കേരളത്തിന് പൊളിറ്റിക്കൽ റീസൺസ് കാരണം ഫണ്ടിങ് കിട്ടുന്നില്ല. അപ്പോൾ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും എസ്പെഷ്യലി കേരളത്തിന് എങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാം? അതായത് ലോണൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് എങ്ങനെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാം മറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതെ? സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ ഗവൺമെൻറ്റാണ്. നമ്മൾ വേറിട്ട രാജ്യമല്ല. അവർ കളക്ട് ചെയ്യുന്ന പണമൊക്കെ നമുക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അപ്പം അതിൻ്റെ നല്ല ഭാഗം ഇന്ന് കിട്ടുന്നത് പോരാ, കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള എന്തൊക്കെ പണിയുണ്ടോ അതൊക്കെ ഒപ്പിക്കണം. രാഷ്ട്രീയമായിട്ട്, അക്കാഡമിക്കായിട്ട്, പൊതുനഭിപ്രായം ഉണ്ടാക്കിയിട്ട് ഇത് രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റിയിട്ട് മര്യാദയ്ക്ക് കേരളത്തിലുള്ള പണം തന്നില്ലെങ്കിൽ ഒരു വോട്ടും കേരളത്തിൽ നിന്ന് കേന്ദ്രം ഭരിക്കുന്നവർക്ക് കിട്ടില്ല എന്ന് മലയാളികൾ മുഴുവൻ തീരുമാനിച്ചാൽ നയം മാറും കേട്ടോ. We have failed to rate this as a political issue. Like in Tamil Nadu. തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. DMK പോകണമെങ്കിലോ ADMK പോരും, എല്ലാവരും ചെല്ലും, കോൺഗ്രസ്സും ഒക്കെ ചെല്ലും. ഈ കേരളത്തിൽ അങ്ങനത്തെ രാഷ്ട്രീയമില്ല. ഇത് ഭരിക്കുന്നവരുടെ പ്രശ്നമാണെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പം ആദ്യത്തേത് നമുക്ക് അവകാശപ്പെട്ടതാണ്. ഇനി അവർ തന്നില്ല, അയ്യോ നമ്മൾ പോയി എന്നും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. കടം മേടിക്കാതല്ല കേട്ടോ. നമ്മൾ കടം മേടിക്കും, നികുതി കൂടുതൽ വിധിക്കും, പിന്നെ നമ്മളെല്ലാവരും കൂടി അങ്ങ് പണിയുമെന്ന്. See many things. For example, കേരളത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്താണ്? ഇപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കലല്ല, അതൊരു കാലത്ത് പ്രായം ചെന്നവർ നോക്കല. ഇന്ന് ഒരു വീട്ടിലൊരു കുഞ്ഞ്, പല വീട്ടിലും കുഞ്ഞുമില്ല, പക്ഷെ 2 പ്രായമുള്ളവർ ഉറപ്പാണ്. ഈ ജെറിയാട്രിക് കെയർ എങ്ങനെയാണ് ചെയ്യുക? ഒരു മെത്തേഡ്, കേരളം വയോജന പകൽ വീടുകളും മറ്റും ഇങ്ങോട്ട് പണിയുക, എല്ലായിടത്തും പ്രായം ചെന്നവരൊക്കെ അവിടെ ആക്കാം. വടക്കേ വി ഡോണ്ട് ഹാവ് മണി, സോ ഞങ്ങൾക്കൊന്നും മണിയില്ലേ എന്നും പറഞ്ഞിരിക്കലല്ല. ശരി, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കുക, പക്ഷെ നിങ്ങളെ നോക്കാൻ ആൾ വരും. ആരാ അങ്ങനെ വരുന്ന ആൾക്കാർ? പ്രായം ചെന്നവരൊക്കെ കിടപ്പ് രോഗികളല്ല, ചെറുപ്പക്കാരായ വയസ്സന്മാരെ ഏറെയുണ്ട്. ഒരു കിടപ്പാവണവരും ചെറുപ്പക്കാരാണ്. ദേ ക്യാൻ ഡു ദാറ്റ്. ആൾക്കാർക്ക് സംശയം, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാം, ചികിത്സയില്ലാത്തവർക്ക് ചികിത്സ എത്തിക്കാം. ദ പാലിയേറ്റീവ് നെറ്റ്വർക്ക്, ദാറ്റ്സ് എ സോഷ്യൽ നെറ്റ്വർക്ക്. അതിന് പണമില്ലാത്തത് തടസ്സമല്ല. സോ വായ്പ എടുക്കേണ്ടത് വായ്പ എടുക്കും, അവർ തടസ്സപ്പെടുത്തി അതിനെ മറികടക്കാനുള്ള പണി നോക്കും. ദെൻ നമ്മൾ ഒരുമിച്ച് നിന്നാൽ ചെയ്യാൻ പറ്റുന്ന പലതും ഉണ്ട്, അത് ചെയ്യും.
എൻ്റെ പേര് ശിവപ്രിയ എന്നാണ്. ഞാൻ മഹാരാജാസ് കോളേജിൽ ബി അപ്ലൈഡ് എക്കണോമിക്സ് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിൽ പണപ്പെരുപ്പം വളരെയധികം കൂടുതലെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ് അതിനെക്കുറിച്ചിട്ട്? എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇൻഫ്ലേഷൻ ഇത്ര കൂടിയിരിക്കണേ? സോ യു ഹാവ് ടു ലുക്ക് അറ്റ് ദ കമ്പോണൻസ് ഓഫ് ഇറ്റ്. ഒന്ന് സ്വർണ്ണ വിലയാണ്. മറ്റേ സംസ്ഥാനത്തേക്കാൾ കൂടുതൽ സ്വർണം നമ്മൾ വാങ്ങുന്നുണ്ട്. നമ്മുടെ ഇതിൽ അതിൻ്റെ പെർസെൻറ്റേജ് ഉയർന്നതാണ്. 2, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ വെളിച്ചെണ്ണ എണ്ണയാണ്. അതിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ്. ഈ 2 കമ്പോണൻ്റാണ് നമ്മുടെ വിലക്കയറ്റത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. Now both these are not in our control. നമ്മുടെ സിവിൽ സപ്ലൈസിനൊന്നും അത് ഇടപെട്ട് തീർക്കാൻ പറ്റാത്ത അത്ര ഗൗരവമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് വിലക്കയറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. സോ ബീയിങ് എ ഇമ്പോർട്ട് ഡിപ്പെൻഡൻറ്റ് എക്കോണമി, സാധാരണഗതിയിൽ വിലക്കയറ്റം നമ്മുടെ നാട്ടിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലായിരിക്കും, പ്രത്യേകിച്ച് പെട്രോളിൻ്റെയൊക്കെ വില കൂടുകയാണെങ്കിൽ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ 2 കമ്പോണൻറ്റിൻ്റെ വില വർദ്ധിച്ചതുകൊണ്ട്.